പ്രിയ വിശ്വാസികളെ, നമ്മൾ ജീവിച്ചിരിക്കുന്ന ഈ കാലം ഒരു മനുഷ്യരിൽ ഒരു നന്മയുണ്ടാകുമ്പോൾ അത് പല ആളുകളും മറച്ചുവെക്കുകയാണ്. ചിലപ്പോൾ ദേഷ്യം കൊണ്ടാവാം, ചിലപ്പോൾ അസൂയ കൊണ്ടാവാം. മറിച്ചൊരു മനുഷ്യനിൽ തിന്മയാണ് കണ്ടതെങ്കിൽ അത് മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുകയും പ്രചരിപ്പിക്കുകയും ചെയ്യുന്നു. ഇനിയൊരു മനുഷ്യനിൽ അവൻ ഒരു നന്മയും കണ്ടില്ല, അല്ലെങ്കിൽ ഒരു തിന്മയും കണ്ടില്ല, എന്നാൽ അവനെ പറ്റിയിട്ട് ഇല്ലാത്തതുണ്ടാക്കി പ്രചരിപ്പിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ഇന്ന് നാം ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. എത്ര നന്മ ചെയ്താലും ഒരു തിന്മ ചെയ്തതിൻ്റെ പേരിൽ അവനെ കുറ്റക്കാരാക്കുകയും മറ്റുള്ള ആളുകളുടെ മുമ്പിൽ അവനെ വഷളാക്കുകയും ചെയ്യുന്ന ഈ കാലഘട്ടത്തിൽ നന്മകൾ മാത്രം ചെയ്തുകൊണ്ട് ജീവിക്കാൻ നമുക്ക് സാധിക്കണം. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അങ്ങനെയാണ് ഇപ്പോൾ നമ്മുടെ കാലഘട്ടം നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. എത്ര നന്മ ചെയ്താലും ആരും സ്വീകരിക്കാത്ത കാലഘട്ടം. ഒരു ചെറിയ തെറ്റ് ചെയ്തതിൻ്റെ പേരിൽ പിന്നെ അവൻ്റെ ജീവിതത്തിൽ എത്ര നന്മ ചെയ്താലും അവനെ മറ്റുള്ളവർ അംഗീകരിക്കാത്ത കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു മനുഷ്യരിൽ ഒരു നന്മയുണ്ടാകുമ്പോൾ അതിനെ പറയുകയും അതിനെ പ്രചരിപ്പിക്കുകയും ചെയ്യുക. തിന്മയുണ്ടെങ്കിൽ അവനെ ഒറ്റക്ക് വിളിച്ച് ഉപദേശിച്ച് അതിൽ നിന്ന് പിന്മാറാൻ അവനെ പ്രേരിപ്പിക്കുക. അതല്ലാതെ ഒരു തിന്മ കാണുമ്പോൾ അത് പ്രചരിപ്പിക്കുകയല്ല ഒരു മുഅ്മിനായ മനുഷ്യൻ്റെ ഡ്യൂട്ടി. മറിച്ച് അത് മറച്ചു വെച്ചുകൊണ്ട് അവനെ ഉപദേശിച്ചാൽ നമുക്ക് എത്ര വലിയ കൂലിയാണ് റബ്ബിൻ്റെ മുമ്പിൽ ലഭിക്കുക. അതുകൊണ്ട് എൻ്റെ മുഅ്മിനീങ്ങളെ, നന്മ ചെയ്യുക, നന്മ പ്രചരിപ്പിക്കുക, തിന്മ ഒഴിവാക്കുക. അല്ലാഹു തആല നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ.